ഇന്ന് അങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ട് ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോകാം കേട്ടോ. ഇതിൻ്റെ പേര് മൈസൂർ ബണ്ണെന്നോ ഇല്ലെങ്കിൽ മാംഗ്ലൂർ ബണ്ണെന്നോ എന്തെങ്കിലും വേണമെങ്കിലും പറയാം കേട്ടോ. അതിന് കുറച്ച് പഴം, ആക്ച്വലി ചെറിയ പഴം വേണ്ട, ചെറിയ പഴം ഇല്ലാത്തതും കൊണ്ട് ഞാൻ റോബസ്റ്റ എടുത്തു. അതിനകത്ത് കുറച്ച് ജീരകം, തൈര്, ഉപ്പ്, പഞ്ചസാര, കുറച്ച് എണ്ണ, പിന്നെ നമുക്ക് ഒരു ആവശ്യത്തിനനുസരിച്ച് മൈദ മാവും. ഞാനിത് 1 kg മൈദ മാവാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് 1/2 കപ്പ് തൈരും, ഒരു 2 ടേബിൾ സ്പൂൺ ജീരകവും, 6 സ്പൂൺ പഞ്ചസാരയും, പിന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പ്, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പും. പഞ്ചസാര മുന്നിലോട്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഒരു 3 സ്പൂണ് എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കുഴച്ച് ഇത് രാത്രിയിൽ ഓവർനൈറ്റ് വെക്കണം. അപ്പോൾ ഞാൻ 22 ഡിസംബറിന് രാത്രിയിൽ ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 23 ഡിസംബറിൽ ഞങ്ങളുടെ കസിൻ വരുന്നതും കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ നമുക്ക് നമ്മുടെ വ്ലോഗ് അങ്ങോട്ട് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ ഇന്ന് 23 ഡിസംബറാണ്. ഞങ്ങളുടെ കസിൻ ഇപ്പോൾ എത്തും കേട്ടോ. കസിനും ഫാമിലി ഇപ്പം കുറച്ച് കഴിയുമ്പോൾ എത്തും. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെക്കാം. പക്ഷെ അതിന് മുന്നേ നമുക്കിതൊന്ന് കഴിച്ച് നോക്കണം, ഇത് കഴിക്കാൻ പറ്റുന്നതാണോ ഇല്ലയോ എന്നുള്ളത്. സോ വി ആർ ജസ്റ്റ് ട്രൈങ് ടു മേക്ക് എ ഫ്യൂ, ടേസ്റ്റ് ഇറ്റ് ആൻഡ് ദെൻ മേക്ക് ദ റെസ്റ്റ്. ഓക്കെ, സോ എണ്ണ ചൂടായി, നമ്മളിത് അതിനകത്തോട്ട് ഇടാൻ പോവാണ്. നല്ല ബ്രൗൺ ആവണമെന്നാണ് അവർ കാണിച്ചത്. പക്ഷെ അവർ അതെങ്ങനെ സെയിം അതേമാതിരിയാണ് ഞാൻ ചെയ്തേക്കണേ. പക്ഷെ നമുക്ക് ആ ബ്രൗൺ കളർ അങ്ങോട്ട് വരുന്നില്ല. യെസ്, വന്നു. ആ ബ്രൗൺ കളർ വന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ബാക്കിയെല്ലാം ഇതേ കൂടി ചെയ്യാം. ഐ തിങ്ക് ഫസ്റ്റ് വി ഹാവ് ടു ടേസ്റ്റ് ഇറ്റ്. കൈകയാണ് ഞങ്ങളുടെ വെള്ളയിലി, അവളാണ് ടേസ്റ്റ് ചെയ്തത്. ഹൗസ് ഇറ്റ്? ഇറ്റ്സ് ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കൊള്ളാം. നല്ല സോഫ്റ്റ് ആണ്. ഇത് ആദ്യമേ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഇച്ചിരൂടെ ചെറിയ ഡോ എടുത്തിട്ട് നല്ല റൗണ്ടിലാണ് എടുക്കുന്നത്. അപ്പൊ പൂരിയുടെ കൂട്ടത് പൊള്ളി വരുന്നുണ്ട്. എണ്ണ ആയതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാം കേട്ടോ, ചായക്കകത്ത് മുക്കിയിട്ടൊക്കെ കഴിക്കാം. ആക്ച്വലി അവര് കാണിച്ചേക്കുന്നത് ഇതിൻ്റെ കൂടെ സാമ്പാറാണ്. ഇതിൻ്റെ ഇങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ മേളിൽ സാമ്പാർ ഒഴിച്ചിട്ടാണ് അവർ കഴിച്ചത്. നമുക്ക് ചട്നിയുടെ, തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാം. തേങ്ങാ ചട്നി നമ്മുടെ കേരളത്തിലെ കൂട്ടുള്ളതല്ല. തേങ്ങാ ചട്നി ഉണ്ടാക്കുമ്പം തേങ്ങ, പച്ചമുളക്, ഒരു വെളുത്തുള്ളി, കപ്പലണ്ടി, നമ്മുടെ പീനട്സ്, അതെല്ലാം കൂടി ഇട്ടിട്ട് അരച്ചിട്ടാണ് കടുക് വറുത്തിട്ട് കഴിക്കേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ അത് ഉണ്ടാക്കണില്ല. ജസ്റ്റ് ഇങ്ങനെ ഫസ്റ്റ് ട്രയലല്ലേ, അപ്പം നന്നായിട്ടുണ്ട്. ഇതാണ് മൈസൂർ ബൺ. ചില ആളുകൾ എൻ്റെ ഫേസ്ബുക്കിൽ ബട്ടൂരെ എന്നൊക്കെ കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ടൂര അല്ല, മൈസൂർ ബണ്ണിൻ്റെ റെസിപ്പിയായിരുന്നു ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. ഇതാണ് ഫൈനലി. ഇത് നമ്മൾ ഉച്ചക്കത്തേക്ക് കുഴിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പി. അതിൻ്റെ റെസിപ്പി ഞാൻ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ഏപ്രിലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ശ്രീനേട്ടൻ്റെ സ്വന്തം ഇൻവെൻഷൻ ആട്ടോ. ചിക്കൻ ബിരിയാണിയും കുഴിമന്തിയുടെയും കൂടെ ഒരു കോമ്പിനേഷനാണ് കുഴിയാണി. ചിക്കൻ കുഴിയാണിയാണ്. ഇപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് കുഴിയാണിയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ഫ്രണ്ട് സൺഡേ വന്നപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്മസ് കേക്ക് കൊണ്ട് തന്ന കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് ജർമ്മനിയിൽ ബേക്കറിയിലൊന്നും കിട്ടില്ല. ഇത് അവരുടെ ഒരു മലയാളി ഫ്രണ്ട് ഉണ്ടാക്കിയത്. അപ്പം അവർ ഞങ്ങൾക്കൊരു ബോക്സ് കൊണ്ട് തന്നായിരുന്നു. നല്ല ടേസ്റ്റുള്ള പ്ലം കേക്കാണ് കേട്ടോ. ഹാഫ് കഴിഞ്ഞു, ഹാഫ് വെച്ചിട്ടുണ്ട്. ഇത് വൈകിട്ടത്തേക്ക് ചായക്കുള്ള കടിയാണ്. ഇത് നമ്മുടെ ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചാൽ ഞങ്ങൾ. ആക്ച്വലി അവർ ഉച്ചയ്ക്ക് ഇപ്പം ഉച്ചയല്ല, ഇപ്പം വരുമ്പോൾ അവർ ചായയും കടിയും വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളിപ്പം അവർക്ക് മൈസൂർ ബൺ
ഇപ്പം നമുക്ക് ചായക്ക് മൈസൂർ ബണ്ണ് കൊടുക്കാം. ഞങ്ങൾക്കത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് വൈകുന്നേരം നമുക്ക് ചായക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഒരാൾ വെജിറ്റേറിയൻ, അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റേറിയൻ കറീസും കൂടെ ഉണ്ടാക്കുവാണ്. ഇത് ദാൽ കറിയാണ്, മാംഗ്ലൂരിയൻ സ്റ്റൈൽ. അപ്പോൾ ഇത് നമ്മുടെ സാമ്പാർ ദാലാണ്. സാമ്പാർ ദാലിനകത്ത് ഞാൻ കുറച്ച് ഇഞ്ചിയും പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇടുവാണ്. കുറച്ചൊരു ലേശം കായപ്പൊടിയും കൂടി ഇട്ട് മഞ്ഞപ്പൊടിയും ഒരു ലേശം ഉപ്പും കൂടെ വെച്ച് ഇത് ഞാൻ വേവിക്കും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മൈസൂർ ദാൽ നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടി കടുക്, പിന്നെ ജീരകം, പിന്നെ മല്ലി, ഹോൾ മല്ലിയിലെ അത്, കരിവേപ്പില, ഉണക്കമുളക്, പിന്നെ നമുക്ക് കായം വേണം കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇതങ്ങോട്ട് നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ നെയ്യ് വേണമെങ്കിൽ എടുക്കാം. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ട് അത് ദാലിനകത്ത് ഇട്ടാം കേട്ടോ. അങ്ങനെ ദാൽ റെഡി ആയിട്ടോ. അതിന് ശേഷം ഞാൻ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നീളമുള്ള ബീൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കടുക് വറുത്തിട്ട് നീളത്തിലരിഞ്ഞ് എന്നിട്ട് തോരൻ ഉപ്പേരി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഉപ്പേരിയാണ് ഉദ്ദേശിച്ചത്, തോരനാണ് ഉദ്ദേശിച്ചത്. അപ്പം നന്നായിട്ട് ഞാൻ അതൊന്ന് ആവി കയറ്റിയിട്ട് അതിന് ശേഷം അതിനകത്ത് നാളികേരമൊക്കെ ഇട്ട് അടച്ച് മൂടി വെച്ചു. അപ്പോൾ 2 വെജിറ്റേറിയൻ കറിയായി. പിന്നെ ഞങ്ങൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി പ്ലെയിൻ റൈസും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ ആൻറ്റിക്ക് ചോറും പിന്നെ ദാൽ കറിയും തോരനും കൂടെ കഴിക്കാമല്ലോ. തോരൻ എന്നാണ് ഞങ്ങളങ്ങോട്ട് പറയുക, മെഴുക്കുവരട്ടി എന്നും പറയും കേട്ടോ ഞങ്ങളുടെ ആലപ്പുഴയിൽ. പക്ഷേ പാലക്കാട് തൃശ്ശൂർ ആ സൈഡിലോട്ട് ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ തോരനും റെഡിയാക്കി ദാൽ കറിയും ചോറും വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൻറ്റിക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൻറ്റി ഇവിടെ വന്നപ്പോഴറിഞ്ഞ ആൻറ്റി വെജിറ്റേറിയൻ അല്ല, ആൻറ്റി നോൺ വെജ് കഴിക്കുമെന്ന്. എന്തായാലും ഇത് ഞങ്ങളെല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് ഡിന്നറിൽ കഴിച്ചു കേട്ടോ. ചിക്കൻ ഇഷ്ടമല്ലേ? ചിക്കൻ ഇഷ്ടമാണോ? ആ കുഞ്ഞോട്ടെ വിളിച്ചിട്ട് വരും. T'as pas de place pour manger? Allez, viens avec moi. Tu vas pas manger? Là-bas, la place, c'est pas grave. Après, c'est une chambre. ഇല്ല കുഞ്ഞിരിക്കട്ടെ. നോ യൂസ് ഇറ്റ്. ഇല്ല കുഞ്ഞവിടെ ഇരിക്കട്ടെ. എന്തെങ്കിലും ഫ്രഞ്ചിൽ പറയൂ. Tu veux manger quoi? C'est le poulet. Tu manges le poulet? Oui. Seulement poulet ou riz au poulet? ഞാൻ പുലിയൊന്നല്ല. പേരെന്താ? Avec papa. Avec papa? Allez. On attend, on assis ensemble. Et puis on va manger. La papara aussi, là. Tu veux un papala? Oui, regarde. Ici. Papara. അന്നവാന് ഫ്രഞ്ച് സംസാരിക്കുന്ന കേട്ടില്ലേ? അന്നക്കുട്ടി ഫുൾ ഫ്രഞ്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അവൾ നന്നായിട്ട് മലയാളം സംസാരിക്കും. അവരിപ്പം ഫ്രാൻസിൽ നിന്ന് വന്നതാണ്. അപ്പം ഞങ്ങളവരെ നമ്മുടെ ഗ്രാമത്തിലെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ആഡിഡാസ് ക്യാമ്പസ് കാണിക്കാൻ കൊണ്ടുവന്ന കേട്ടോ. ഫിഷൊക്കെ തണുത്തിട്ട് ഉള്ളിൽ കയറി കാണോ? അന്നക്കുട്ടി എന്തെങ്കിലും ഫ്രഞ്ചിൽ പറയൂ. തണുക്കുന്നു പറയൂ. അന്നക്കുട്ടി എന്ത് പറയൂ? നമ്മുടെ ക്രിസ്മസ് പപ്പട ക്രിസ്മസ് പപ്പട പാട്ട് പാടും.
Bye. അന്നക്കുട്ടി ക്ഷീണിച്ച് അഡിഡാസിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് ടി വി കാണാണ്. അവരൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ പോയി. ആണോ? മേമിയുടെ മോളാണോ? അപ്പൊ സോമമ്മേ സോമ രുക്മിണി വലിയമ്മയുടെ ഞങ്ങളങ്ങനെ ഔട്ട്ലെറ്റിലൊക്കെ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ചൂടോട് ഉപ്പുമാവും ഒക്കെ കഴിച്ചിട്ടോ വടയൊക്കെ. അതിനുശേഷം രാവിലെ അടുത്ത ദിവസം 24 ഡിസംബറിൽ നമ്മൾ രാവിലെ തന്നെ എണീച്ച് നമുക്ക് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി 10-10 ആകുമ്പോഴത്തേക്ക് ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു. 24 ഡിസംബർ മാത്രമാണ് വെനസ്ഡേ നമുക്ക് സമയം കിട്ടിയത് എല്ലാവരുടെ കൂടെ ഇരിക്കാനും കറങ്ങാനും ഒക്കെ. അപ്പോൾ ചൂടോടെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റെഡിയായി അങ്ങനെ പുറത്ത് കറങ്ങാനായിട്ട് 2 മണി വരെയൊക്കെ ഡിസംബറിൽ. അപ്പോൾ ഇന്ന് 24 ഡിസംബർ ആണ്. ഞങ്ങൾ എല്ലാവരുടെ ആർക്കാർഡനിൽ കറങ്ങാൻ പോവാട്ടോ. നല്ല തണുപ്പുണ്ട്. പ്രശാന്തും ആർഷയും അമ്മയും മോളും നമ്മുടെ ബാക്കിൽ അവരുടെ വണ്ടിയിൽ വരുന്നുണ്ട്. ഞങ്ങൾ കിച്ചുവിനെയും കൂട്ടി, കിച്ചു അല്ല കുഞ്ഞുവിനെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ പോവാണ്. നമ്മുടെ ഡ്രൈവർ റെഡിയാണ്. സോ നമുക്ക് പോവാം. ഇപ്പം സമയം 11:15 ഇന്ന് കടകളൊക്കെ 2 മണി വരെ ഉള്ളൂ. ഇന്ന് 24 ഡിസംബർ ആണ്, ക്രിസ്മസ് ഈവ്. നല്ല മൂടിയൊക്കെ നിൽക്കുന്നുണ്ട്. മഴയൊന്നും പെയ്യില്ല തോന്നുന്നു. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട്. ഇന്ന് 2 മണിക്ക് എല്ലാ ഷോപ്സും മോൾസും ഒക്കെ അടയ്ക്കും. സോ നമുക്ക് പോയി നോക്കാം ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഉണ്ടാവുമോ. ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് ഫാമിലി ആയിട്ട് പുറത്ത് പോകണമെന്നേ ഉള്ളൂ. എന്താ തിരക്കറിയോ? ഫുൾ പാർക്കിംഗ് ഫുള്ളാണ്. ഉള്ളില് ഇനിയും ഞങ്ങൾ നോക്കാൻ പോകാം. ഞങ്ങൾക്ക് പുറത്തൊന്നും പാർക്കിംഗ് കിട്ടിയില്ല. ഞങ്ങൾ ഉള്ളിലോട്ട് നോക്കാൻ പോകാം. ഉള്ളിൽ വെച്ചാൽ ആർക്കാട് മോളിന്റെ ഉള്ളില് പാർക്കിംഗ് സ്ലോട്ട് നോക്കാൻ പോവാം. ഇത്ര തിരക്ക് ഇന്ന് ക്രിസ്മസ് ഈവ് ആയിട്ട്. ഇന്ന് 2 മണി വരെയല്ലേ ഉള്ളൂ കടകളൊക്കെ. അപ്പോൾ ആളുകൾ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങും ഫാമിലി ആയിട്ട് ലഞ്ചിനും ഒക്കെ വന്നേക്കാണ്. തിരക്കോടെ തിരക്ക്. ഞാൻ ആദ്യമായിട്ടാണ് 24th ക്രിസ്മസ് ഈവിന് പുറത്ത് വന്നേക്കണാവോ. ആംബുലൻസ് ഒക്കെ വരുന്നു. വഴി മാറിക്കൊടുക്കണ്ടേ? വഴി മാറിക്കൊടുക്കടാ മുണ്ടക്കൽ ശേഖരാ. മിനി മൗസ് ആണ്. മിനി മൗസ്. മിക്കി. Oh my god. അങ്ങനെ ചീത്ത കേട്ടിട്ട് പറയൂ. കുറച്ച് ഫ്രഞ്ച് പറയൂ. ശരി. എന്തൊക്കെയോ പറയുന്നുണ്ട്. അന്നക്കുട്ടി നോക്കി പറയൂ. ഇത് നോക്ക്. മൂവാന വേണ്ട. ഉണ്ണിനെക്കാട്ടിലും ബിഗ് അത്. അത് കടിക്കും. അന്നക്കുട്ടിക്ക് ഇതാണ് വേണ്ടത്. മുത്തച്ഛയോട് പറയൂ മേടിച്ചു തരാൻ പറയും. അയ്യോ എനിക്ക് പക്ഷെ ഈ ഡോളിനെ മതി. ഈ ഡോള് മതി. ഇഷാനും പിച്ചോ സംഭവം എടുത്തത്. ഹായ് പ്രിൻസസ്. Oh my god. Oh my god. ഒരു പ്രിൻസസ് അടുത്ത പ്രിൻസസിനെ മേടിക്കാൻ പോ. കൊടുത്തോളൂ മാമേ. എവിടെയെന്ന് ഷാണോ? മേഴ്സി പറയൂ. അവള് താങ്ക് യു പറഞ്ഞാണ്. അല്ല സൗപ്പുവിന്റെ മൂക്കുകുത്തൽ സെറമണിക്ക് എത്ര പേരാണ്? ചേട്ടൻ, ചേട്ടത്തിയമ്മ, അനിന്ദ്രവൻ. മേനിക്കോ കണ്ണടിച്ചോ?
Ist immer, kommt drauf an. Schmerzen hast du, weil ich verletze dich ja. Das ist normal. Ja. കണ്ണടിച്ചോ സോപ്പു? Aber kann ich dir dann zeigen, wie ich Atmen tief ein. Auf. Atmen ein. Ist drin. കുത്തിക്കടി, ഇവിടെ ഇവിടെയൊക്കെ കുത്തിക്ക്. അടുത്ത അവൾക്ക് ഇവിടെ കുത്തിക്കണം അത്ര. Einfach tief ein- und ausatmen. Weiter atmen. mittlerweile, weiß ich, was gut läuft. വേണോ? കുത്തല് വേണോ? ഓ മൈ മൈ. എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടല്ലേ? ഇത് എനിക്ക് കിട്ടിയത് ഇപ്പൊ പച്ച ഉമ്മയല്ല, ഇത് ഉണക്ക ഉമ്മ കിട്ടിയത്. ഒരു പച്ച ഉമ്മ തരും. അവിടെ ശ്രീനേട്ടനും കുഞ്ഞെന്തേ? ഞങ്ങള് ക്രിസ്മസ് മാർക്കറ്റിൽ പോകുന്ന പരിപാടി ക്യാൻസലായി. 2 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം ചായ റോട്ടിയിലോട്ട് പോവാണ് ലഞ്ച് കഴിക്കാൻ. എല്ലാവരുടെ ബാക്കി എല്ലാ റെസ്റ്റോറൻറ്റ്സും മോസ്റ്റ്ലി ക്ലോസ്ഡ് ആയി. നമ്മൾ മോളും 2 മണിക്ക് ക്ലോസ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ചായ റോട്ടിൽ പോയിട്ട് എന്തെങ്കിലും കുറച്ച് ഇന്ത്യൻ സ്നാക്സ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാം. ജർമ്മൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാം മോസ്റ്റ്ലി ക്ലോസ് ആണ്, ക്രിസ്മസ് ഈവ് അല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ റോട്ടിയിലെത്തി. I love that shit. ശ്വാസം മുട്ടലില്ല. Bye. Bye. ടാറ്റാ ടാറ്റാ. Sissy? You never realized you're gonna get your ഓട്ടോമസി എഞ്ചിനീയറിംഗ്, അതിന്റെ PG മാസ്റ്റേഴ്സ്. യൂണിവേഴ്സിറ്റി ഏതാ? ഇന്ന് നല്ല തിരക്കാണ്. എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല. ഞങ്ങൾ അങ്ങനെ എർലാൻഡിൽ പോയി ആർക്കാഡനിലൊക്കെ കുറേ ചുറ്റിക്കറങ്ങി. മോൾക്കുള്ള സാധനങ്ങളൊക്കെ, അവൾക്ക് പിന്നെയും സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, കുറേ ഒക്കെ മേടിച്ചു. കുറച്ച് ഞങ്ങൾ പുറത്ത് പോയി ചായ റോട്ടിൽ നിന്നൊക്കെ സ്നാക്സ് മാത്രം, ചാട്സ് മാത്രം കഴിച്ചു. എന്നിട്ട് ഒരു 3 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാവും. ഇപ്പം സമയം 6:30 ആവുന്നു. ഇന്ന് 24th ഡിസംബറാണ്, ക്രിസ്മസ് ഈവ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ഓൾമോസ്റ്റ് ആയി വരുന്നു. ചപ്പാത്തിയാണെന്ന് വൈകിട്ട്. അവർ നാളെ രാവിലെ പോവും. ക്രിസ്മസ് ദിവസം തന്നെയാണ് അവർ പോകുന്നത്. ഞങ്ങൾക്ക് ക്രിസ്മസ് ലഞ്ച് ചെയ്യുന്നുണ്ട് വീട്ടിലാണ്. ഇവർ രാവിലെ വിടും. അവർക്ക് 26th ഫ്രാൻസിൽ തിരിച്ചെത്തണം. അപ്പോൾ ഇവിടെ നിന്ന് ഡ്രൈവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുത്ത് ലീച്ചൻസ്റ്റൈനിലൊക്കെ പോയിട്ടാണ് അവർ പോണേ. പക്ഷേ നല്ല രസമുണ്ട്. എല്ലാവരോടും വരുമ്പം നമുക്ക് ടെൻഷനൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. നമുക്ക് വേറെ ഒന്നും ആലോചിക്കില്ല. എല്ലാവരെയും കണ്ട സന്തോഷമാണ്. ഇത് അമ്മാമനും മരുമകനും കൂടെയാണ്. അവർ നല്ലതായിട്ട് ചില്ലടിക്കുക. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഹൈപ്പും ചെയ്യണം. എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വിഷ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ബൈ. അടിച്ചോളൂ, തണുപ്പാ. അന്ന കേറി വേണ്ട ലസിയോട്ടാ. മേരി ക്രിസ്മസ് വൺസ് അഗൈൻ. ഫ്രഞ്ചും ജർമ്മനും മലയാളവും എല്ലാം. ശരി, ബൈ ബൈ. മേരി ക്രിസ്മസ്. എൻജോയ് ചെയ്യൂ. Bye.